എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്റെ സ്ഥാനത്ത് വേറൊരാളിനെ അവർ ജീവിതം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ എന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള യൂട്യൂബറെ ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ലോക്കപ്പിലാണ് അദ്ദേഹം ഉള്ളത്. സാധുവായ എന്നെയും സാധുവായ രേണുസുധയുടെ കുടുംബത്തെയും ചവിട്ടി മരിച്ചാൽ ചോദ്യം ചെയ്യാൻ ആളില്ല, അവർക്കെതിരെ എന്ത് തെറി വിളിച്ചാലും ഇവിടെ ഒരു നിയമം നടപ്പിലാകത്തില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം. അതുകൊണ്ട് ഏതറ്റം വരെ ഇനി എന്ത് നിയമം മുന്നോട്ട് പോകാൻ നിയമപാലകർ അവരോടൊപ്പം മുൻപോട്ട് നിന്നുകൊണ്ട് ഏതറ്റം വരെ നിയമത്തിന്റെ വഴിയിൽ പോകുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളുടെ ജീവിതം വെച്ച് താറടിക്കുന്നതായിട്ടുള്ള രേണുസുധിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എന്ത് മുതലെടുപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആരെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ എനിക്കൊന്നും കഴിയത്തില്ല. രേണുസുധി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എന്നോട് അവർ റിക്വസ്റ്റ് ചെയ്ത് ഫാമിലി ഞാൻ പോയി പ്രാർത്ഥിച്ചു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് എനിക്ക് ഇതിൽ കൂടെ ഒരു മുതലെടുപ്പ് നീ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ വേദനാജനകമാണ്. എന്ത് മുതലെടുക്കാനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? തെറി മെസ്സേജുകൾ, കമന്റ്സ് അല്ലാതെ എനിക്ക് എന്താ ഇതിൽ നിന്ന് പ്രയോജനം? എനിക്ക് രാഹുൽ ദാസ് എന്ന ചെറുപ്പക്കാരനോട് യാതൊരു രീതിയിലുള്ള വൈരാഗ്യമോ മുൻവൈരാഗ്യമോ പിണക്കങ്ങളോ ഇല്ല. അവരുടെ പിതാവ് മരിച്ച സമയത്ത് ആരോരും ഇല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് ഞാൻ എന്റെ കുടുംബസ്ഥത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായിട്ട് 7 സെന്റ് സ്ഥലം കൊടുത്ത് ചേർത്ത് നിർത്തുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു പ്രമുഖ യൂട്യൂബർ കഴിഞ്ഞ ജൂലൈ 13 മുതൽ എന്നെ നിരന്തരമായി മോശമായ വീഡിയോകളിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ അപമാനിക്കുകയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബജീവിതത്തെ, എൻ്റെ മിഷണറി വൈദിക ജീവിതത്തെ എല്ലാം താറടിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന യൂട്യൂബർക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോട്ടയം പോലീസ് മേധാവിക്കും പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തു നിന്നും ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രതിയെ കണ്ട് ബോധിപ്പിക്കേണ്ടതിനായിട്ട് ഇവിടുത്തെ SHO എന്നെ ഇവിടെ വിളിച്ചു വരുത്തുകയും ഞാൻ പ്രതിയെ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തു. FIRൻ്റെ നമ്പർ 944/2026 എന്നുള്ള FIR നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കോടതിയിൽ രാവിലെ ഹാജരാക്കുമെന്നാണ് SHO എന്നോട് പറഞ്ഞിരിക്കുന്നത്. പ്രതി ഇവിടെ ലോക്കപ്പിലാണ് ഇപ്പോൾ ഉള്ളത്.